ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് M4 എന്ന ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, സൈബർ സെക്യൂരിറ്റി എന്താണെന്ന്. ഇപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കണ കാലാണല്ലേ സൈബർ അറ്റാക്സ്, കുറേ അൺവാണ്ടഡ് കോൾസ് ഒക്കെ വരിക എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. Cyber security is the practice of protecting computers, networks, programs, and data from unauthorized access, attacks, damage or theft. അതായത് നമ്മളെ കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെയോ പ്രോഗ്രാമിനെയോ ഡാറ്റനെയോ എന്താണ് അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നോ അല്ലെങ്കിൽ അറ്റാക്സിൽ നിന്നോ ഡാമേജിൽ നിന്നോ തെഫ്റ്റിൽ നിന്നോ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളൊക്കെ വേറെ ഏതെങ്കിലും അറ്റാക്കിൽ നിന്നും ഡാമേജ് തെഫ്റ്റിൽ നിന്നൊക്കെ സൂക്ഷിക്കാൻ പഠിക്കുക അല്ലേ. അതാണ് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയാം. സൈബർ സെക്യൂരിറ്റി ഈസ് ഓൾ അബൌട്ട് കീപ്പിംഗ് അവർ ഡിജിറ്റൽ വേൾഡ് സേഫ് ഫ്രം ഹാക്കേഴ്സ്, വൈറസ് ആൻഡ് ഓൺലൈൻ ത്രെഡ്സ്. ഇപ്പോൾ നമുക്ക് കുറേ ഹാക്കേഴ്സുകളും ഓൺലൈനായിട്ടുള്ള ത്രെഡ്സുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ ഡിജിറ്റൽ വേൾഡിനെ അത് സംരക്ഷിക്കുകയാണ് സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സൈബർ സെക്യൂരിറ്റി ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മളെ ഡാറ്റയും നമ്മളെ ക്യാഷും നമ്മളെ ഇതും നമ്മളെ സിസ്റ്റംസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യണം അല്ലേ. അതാണ് വി നീഡ് സൈബർ സെക്യൂരിറ്റി ടു സ്റ്റേ സേഫ്, പ്രൊട്ടക്റ്റ് മണി ആൻഡ് ഡാറ്റ ആൻഡ് കീപ്പ് അവർ ഡിജിറ്റൽ വേൾഡ് വർക്കിംഗ് സ്മൂത്ത്ലി. അതായത് നമ്മളെ ഡിജിറ്റൽ വേൾഡ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെന്താണ് സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത് അത്യാവശ്യ ഘടകമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സൈബർ സെക്യൂരിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്, ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എന്താണ് പ്രൊട്ടക്റ്റ് പേഴ്സണൽ ഇൻഫോർമേഷൻ. അതായത് നമ്മളെ പേഴ്സണൽ ഇൻഫോർമേഷന് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ഹാക്കേഴ്സ് ഫ്രം സ്റ്റീലിംഗ് സെൻസിറ്റീവ് ഡാറ്റ ലൈക്ക് പാസ്വേഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഓർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ്. അതായത് നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് ആയാലും നമ്മളെ പാസ്വേഡ് ആയാലും നമ്മളെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആയാലും ഒക്കെ എന്താണ് ഹാക്കേഴ്സിൽ നിന്ന് ഹാക്കേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സൈബർ സെക്യൂരിറ്റിക്ക് അത്യാവശ്യമാണ്. എന്താണ് പ്രിവെൻറ്റ്സ് ഫിനാൻഷ്യൽ ലോസ്. ഫിനാൻഷ്യൽ ലോസുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് കോള് വന്ന് പറയും നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും OTP ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ കോള് വന്നത് നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നതാണ് അല്ലേ. ഇപ്പം അധികവും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ആ ഫ്രോഡുകളുടെ അതും സ്കാമായിട്ടുള്ള മെസ്സേജ് കോളൊക്കെ നമ്മളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ ലോസും എന്തായിരിക്കും പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ എൻഷുർ ബിസിനസ് കണ്ടിന്യൂറ്റി. നമ്മളെ ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് പോകാനും വേണ്ടിയിട്ട് നമുക്ക് അതായത് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ, അതായത് നമുക്ക് നമുക്കുള്ള പുറത്തുനിന്നുള്ള ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ നമ്മളെ ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ നമ്മൾ സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യും. പിന്നെ ഗാർഡ് അഗെയിൻസ്റ്റ്
സൈബർ ക്രൈം, അതായത് നമ്മൾ ഹാക്കേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും സൈബർ ടെററിസ്റ്റ് നടത്താനും ഒക്കെ എന്താണ് നമ്മൾ എന്തായിരിക്കും സൈബർ ക്രൈമിനെതിരെയുള്ള ഗാർഡുകളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതാക്കും, നമ്മൾ സമീപിക്കും. കാരണം സൈബർ സെക്യൂരിറ്റിയിൽ അതായത് ആ സൈബർ ക്രൈമിനനുസരിച്ചിട്ട് എതിരെ നമുക്ക് കുറേ ഗാർഡുകളുടെ ആവശ്യമുണ്ട്. പിന്നെന്താ, മെയിൻറ്റെയിനിങ് ട്രസ്റ്റ്, പ്രൊട്ടക്റ്റ് നാഷണൽ സെക്യൂരിറ്റി ഒക്കെയാണ് എന്താണ് സൈബർ സെക്യൂരിറ്റീൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റ് പേഴ്സണൽ ഇൻഫോർമേഷൻ, പ്രിവെൻറ്റ് ഫിനാൻഷ്യൽ ലോസ്, എൻഷുർ ബിസിനസ് കണ്ടിന്യൂറ്റി, ഗാർഡ് അഗെയിൻസ്റ്റ് സൈബർ ക്രൈം, മെയിൻറ്റെയിൻ ട്രസ്റ്റ്, പ്രൊട്ടക്റ്റ് നാഷണൽ സെക്യൂരിറ്റി. ഇനി നമുക്ക് പറയാനുള്ളത് CIA ട്രയാഡ്. CIA ട്രയാഡ് കേട്ടിട്ടുണ്ടോ? അതായത് CIA ട്രയാഡ് എന്ന് കണക്കാണെങ്കിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഫണ്ടമെൻ്റൽ മോഡലുകളെയാണ് CIA ട്രയാഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ CIA ട്രയാഡിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് നമ്മൾ ഇൻഫോർമേഷന് കീപ്പ് ചെയ്യാനും നമ്മൾ സിസ്റ്റം സെക്യൂർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്താണ് മൂന്ന് പ്രിൻസിപ്പിൾസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മളെ സൈബർ സെക്യൂരിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടി, അതായത് നമ്മൾ ഇൻഫോർമേഷൻ സിസ്റ്റം സെക്യൂറൊക്കെ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഉള്ള മൂന്നെണ്ണമാണ് എന്ത്? കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ഓക്കെ, അതിൽ അതായത് C ഫോർ കോൺഫിഡൻഷ്യാലിറ്റി, I ഫോർ ഇൻറ്റഗ്രിറ്റി, A ഫോർ അവൈലബിലിറ്റി. ഇങ്ങനെയാണ് CIA ട്രയാഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഷുർ ദാറ്റ് ഇൻഫോർമേഷൻ ഈസ് ആക്സസിബിൾ ഓൺലി ടു ഓതറൈസ്ഡ് പീപ്പിൾ. അതായത് നമ്മൾ ഇൻഫോർമേഷന് ഓതറൈസ്ഡ് പീപ്പിളിന് മാത്രം എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടാണ് കോൺഫിഡൻഷ്യാലിറ്റി. അത് കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞാൽ അതൊരു ഡാറ്റയിൽ രഹസ്യ സ്വഭാവമുള്ളതിനെയാണ് നമ്മളെന്ത് പറയുക? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതെന്താ? പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ഓർ ഡിസ്ക്ലോസർ. അതായത് നമ്മൾ അൺഓതറൈസ്ഡ് ആക്സസിനെ പ്രിവെൻറ്റ് ചെയ്യും. എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട്? പാസ്വേഡ് യൂസ് ചെയ്തിട്ട്, പിന്നെ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ കീ, പിന്നെ ആക്സസ് കൺട്രോൾ യൂസ് ചെയ്തിട്ട്. എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ കീ എന്താണെന്ന് അറിയാം? അതായത് എൻക്രിപ്ഷൻ കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റകൾ ഒരാൾക്ക് അതായത് സെൻഡർ റിസീവർക്ക് ഡാറ്റ സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെൻഡർ എടുത്ത് എന്തായിരിക്കും? എൻക്രിപ്ഷൻ കീയാണ്. അദ്ദേഹം ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിസീവർക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ റിസീവർക്ക് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ റിസീവർ എടുത്ത ഒരു ഡീക്രിപ്ഷൻ കീ ഉണ്ടാവും. അത് നമ്മൾ അയക്കുന്ന എൻക്രിപ്റ്റഡ് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള ഒരു ഡീക്രിപ്റ്റഡ് കീ എന്തായിരിക്കും? ഈ റിസീവർ എടുത്തിട്ടുണ്ടാവും. ആ ഡീക്രിപ്ഷൻ കീ ഉപയോഗിച്ചിട്ടാണ് ഈ ഡാറ്റ അവർ റീഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഡാറ്റകൾ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ ആരെങ്കിലും എടുക്കുക ചെയ്താൽ അവർക്ക് ഡാറ്റകൾ മുഴുവനായിട്ട് കിട്ടില്ല. കാരണം വെച്ചാൽ അത് ആ എൻക്രിപ്റ്റഡ് ഡീക്രിപ്റ്റഡ് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഒരു ഇത് കിട്ടില്ല, നമ്മളെ വേറെ പീപ്പിൾസിൻ്റെ ഒന്നും അതിൽ വേറെ പീപ്പിൾസിൽ നിന്ന് ഒന്നും ചെയ്യാൻ അവിടെ കഴിയില്ല. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ ഡാറ്റമേൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്താനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സ്ട്രോങ് ഓതൻറ്റിക്കേഷൻ. അതായത് സ്ട്രോങ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്വേഡ്, പിന്നെ അതായത് ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ഐ ഡി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?
ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ അത് പാസ്വേഡ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ഐ ഡി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഫോണിൽ ലോക്ക് ഇടുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ പാസ്വേഡ് പിന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റോ ഫേസ് ഐ ഡി ഒക്കെ ആയിരിക്കും ആ ഫോൺ ഓപ്പൺ ചെയ്യാനുള്ള വഴി. പിന്നെ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ടു വെരിഫൈ ഐഡൻറ്റിറ്റി. അതായത് ഇപ്പം നമ്മൾ ഒരു നമ്മളൊരു സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ ഇമെയിൽ ഐ ഡി ചോദിക്കും. അപ്പം പിന്നെ അത് നമ്മളിപ്പോൾ ഈ ഇമെയിൽ ഐ ഡി ഒക്കെ ചേർത്തിട്ട് നമ്മളൊരു സൈറ്റിൽ കയറി നമ്മളവിടെ ഒരു ലോഗിൻ ഉണ്ടാക്കിയാലും നമുക്കൊരു പാസ്വേഡ് അവർ തരും. പിന്നെ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മളോട് ആ പാസ്വേഡ് അവർ ചോദിക്കും അല്ലേ. പിന്നെ അല്ലെങ്കിൽ നമ്മളെ നമ്പറിലേക്ക് OTP വരും. അപ്പോൾ എന്താണ് നമ്മൾ തന്നെയാണ് അത് വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒതൻറ്റിക്കേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോൾ ഗീവ് ആക്സസ് ടു ഇൻഫർമേഷൻ ഓൺലി ടു ദോസ് ഹൂ നീഡ് ഇറ്റ്. അതായത് ആവശ്യമുള്ളവർക്ക് മാത്രമേ നമ്മൾ അതിൻ്റെ ഇത് കൊടുക്കുള്ളൂ, പ്രിവിലേജ് കൊടുക്കുള്ളൂ. അതായത് ഈ ഒരു ഇൻഫർമേഷൻ വിട്ടാൽ അതെല്ലാവർക്കും നമ്മൾ അതിൻ്റെ ആക്സസ് കൊടുക്കൂല. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മൾ എന്തായിരിക്കും അതിൻ്റെ ആക്സസ്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആയാലും ആ സോഫ്റ്റ്വെയറിലുണ്ടാവും ഒരു പാസ്വേഡും ഒരു പിന്നൊക്കെ. ആ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് മാത്രം ആ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡാറ്റ എൻക്രിപ്ഷൻ. ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞതാണ് കൺവേർട്ട് ഡാറ്റ into unreadable code, so even if stolen it cannot be understood without the key. അതായത് ഞാൻ പറഞ്ഞില്ലേ എൻക്രിപ്ഷൻ കീയും ഡീക്രിപ്ഷൻ കീയും. അപ്പോൾ നമ്മൾ ആ ഡാറ്റ എൻക്രിപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഡാറ്റ നമുക്ക് വേറെ ഇടയ്ക്കുന്ന് ഒരാൾ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ അവർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റില്ല. ആ ഡീക്രിപ്ഷൻ കീ ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ ഫയർവാൾ, VPN ആൻഡ് സെക്യൂർ വൈഫൈ കണക്ഷൻ പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. അതായത് നമ്മൾ ഓരോ വൈഫൈയിലും ഇതിലൊക്കെ എന്താണ് പാസ്വേഡും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മളെ അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് സഹായമായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ സെക്യൂരിറ്റി. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് സെർവേഴ്സ്, കമ്പ്യൂട്ടർ ആൻഡ് ഡിവൈസ് ഫ്രം ദ തെഫ്റ്റ് ഓർ ടാമ്പറിങ്. അതായത് നമ്മളൊരു ഫിസിക്കലായിട്ട് സെക്യൂർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആയാലും ഇതാണെങ്കിലും നമുക്ക് ഒരു ലോക്കിട്ട റൂമിൽ അങ്ങനെ എന്തെങ്കിലും തെഫ്റ്റിൽ നിന്ന് ഒക്കെ അങ്ങനെ അവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കും. ഫിസിക്കൽ സെക്യൂരിറ്റി നമ്മൾ ഒരു റൂമിലോ ഒരു കബോർഡിലോ ഒക്കെ ആയിട്ട് നമ്മൾ അത് സൂക്ഷിച്ച് വെക്കും. ഇനി സെക്യൂരിറ്റി പോളിസീസുകൾ, അതായത് റൂൾസ് ഫോർ എംപ്ലോയി ആൻഡ് യൂസർ ടു ഹാൻഡിൽ സെൻസിറ്റീവ് ഡാറ്റ കെയർഫുള്ളി. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിനും നമ്മൾ അതിൻ്റെ പാസ്വേഡോ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കാതെ അത് ഏറ്റവും അടുത്ത ആൾക്കാർക്ക്, ഏറ്റവും അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അതിൻ്റെ ഡാറ്റകളോ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു കൊടുത്തിട്ട് എന്തായിരിക്കും അവരുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യിപ്പിക്കും. അതായത് ആ ഡാറ്റ കെയർഫുള്ളായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യിപ്പിക്കുക ചെയ്യാം. ഓക്കെ, ട്രെയിനിങ് ആൻഡ് അവയർനെസ്. അതായത് നമ്മൾ ട്രെയിനിങ് ആൻഡ് അവയർനെസ് പറഞ്ഞാൽ നമ്മൾ ആ ഓഫീസിലുള്ള ആൾക്കാർക്കോ ഒക്കെ നമ്മൾ അവെയർ കൊടുക്കുക. ഈ ഡാറ്റ ലീക്കായേക്കാണെങ്കിൽ ഇന്നത് സംഭവിക്കും അങ്ങനത്തെ ഉള്ളത് എഡ്യൂക്കേഷനലി നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ റെഗുലർ മോണിറ്ററിങ്. അതായത് നമ്മൾ ഇങ്ങനെ ദിവസേന അത് ഇങ്ങനെ മോണിറ്റർ ചെയ്തെടുക്കാം. അതായത് ആ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക ആളുടെ അത് ഇങ്ങനെ റെഗുലർലി ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് I for ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് ഒരു വിശ്വസ്തത അല്ലേ.
ആ ഡാറ്റയിലൊരു വിശ്വസ്ത സ്വഭാവമാണ്. ഓക്കെ. എൻഷുർ data is accurate, consistent and not altered by unauthorized users. അത് ഇവിടെ എന്താ പറയണത് വെച്ചാൽ ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കുകയും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരത ഉള്ളതായിരിക്കുകയും പിന്നെ എന്താണ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് അത് അവരുടെ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അതായത് അതിൻ്റെ ആ സെക്യൂരിറ്റീൻ്റെ അതിൽ ഇത്രയ്ക്കും വിശ്വസ്തതയിൽ നിൽക്കണം. പിന്നെന്താ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഡാറ്റ ടാമ്പറിങ് ഓർ കറപ്ഷൻസ്. അതായത് ഡാറ്റ ഇതിൽ അതായത് ഡാറ്റ ടാമ്പറിങ്ങിൽ ഒരു ഇത് നടത്തിയിട്ടില്ല, നമ്മൾ ഒരു കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു കറപ്ഷനും വരുത്തിയിട്ടില്ല എന്നൊക്കെ ഡാറ്റയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അതായത് ഡാറ്റ ടാമ്പറിങ്ങിനെതിരെ കറപ്ഷനെതിരെയൊക്കെ ഡാറ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഇൻറ്റഗ്രിറ്റിയിൽ സംഭവിക്കുന്നത്. അതിന് ഇൻറ്റഗ്രിറ്റിക്ക് എക്സാമ്പിൾസുകളാണ് ഹാഷിങ്ങും ഡിജിറ്റൽ സിഗ്നേച്ചറും ബാക്കപ്സുകളൊക്കെ എന്താണ് ഇൻറ്റഗ്രിറ്റിക്ക് എക്സാമ്പിൾസാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ബാക്കപ്പ് നമ്മൾ ഫോണിൽ എടുത്തിട്ടില്ലേ, നമ്മൾ ആ ബാക്കപ്പുകൾ, അതായത് നമ്മളൊരു ഫോണിൽ മറ്റൊരു ഫോണിലേക്ക് ഡാറ്റകൾ നമ്മളൊരു പുതിയ ഫോണിലേക്ക് കൈമാറുമ്പോഴൊക്കെ നമ്മൾ ആദ്യത്തെ ഫോണിൻ്റെ ബാക്കപ്പുകളൊക്കെ എടുത്തു. അത് ആ ബാക്കപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. നമ്മൾ തന്നെയാണോ എടുക്കുന്നത്, നമ്മൾ തന്നെയാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഇനി ഇൻറ്റഗ്രിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഫാക്ടേഴ്സുകളാണ്. ഇതിൽ ഫസ്റ്റാണ് ഹാഷിങ്. ഹാഷിങ് എന്ന് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റ് ഓഫ് ഡാറ്റ, അതായത് ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്യുക ഹാഷിങ്ങിൽ എന്ന് പറയാം. അതായത് ഇത് സ്മോൾ ചേഞ്ച് ഇൻ ഡാറ്റ പ്രൊഡ്യൂസസ് എ ഡിഫറെൻറ്റ് ഹാഷ് ഹെൽപ്പിംഗ് ഡിറ്റക്റ്റിംഗ് ടാമ്പറിങ്. അതായത് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഒരു യുണീക്കായിട്ടുള്ള ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റ് ആ ഡാറ്റയിൽ യൂസ് ചെയ്യുകയാണ്. അതായത് അപ്പോൾ അവിടെ എന്തെങ്കിലും മൈന്യൂട്ട് ചെറിയ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ പോലും എന്താണ് അവിടെ ടാമ്പറിങ് നടത്തി, അതിൽ കുറ്റകൃത്യം നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ യുണീക്കായിട്ടുള്ള ഡിജിറ്റൽ ഫിംഗർ പ്രിൻ്റ് നമ്മൾ ഡാറ്റയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്രത്തോളം ടാമ്പറിങ് നടത്തിയിട്ടുണ്ട്, എത്രത്തോളം കറക്ഷൻ നടത്തിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി. മൈന്യൂട്ട് കാര്യങ്ങൾ വ്യത്യാസം വന്നാൽ പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ കറപ്ഷൻ നടത്തിയിട്ടുണ്ട്, ടാമ്പറിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ആക്സസ് കൺട്രോൾ ആൻഡ് ഓതൻറ്റിക്കേഷൻ. അതായത് ലിമിറ്റ് ഹൂ ക്യാൻ എഡിറ്റ് ഓർ മോഡിഫൈ ക്രിട്ടിക്കൽ ഫയൽസ് ആൻഡ് ഡാറ്റ. അതായത് അത് മോഡിഫൈ ചെയ്യാൻ, നമ്മൾ ക്രിട്ടിക്കൽ ഫയൽസ് ആൻഡ് ഡാറ്റകൾ എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ആരാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. വേറൊരാൾക്കത് ചെയ്യാനോ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ അവർക്ക് മോഡിഫൈ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. ഓക്കെ. ബാക്കപ്സ് ആൻഡ് റിഡൻഡൻസി. മെയിൻറ്റെയിൻ കോപ്പീസ് ഓഫ് ഡാറ്റ ടു റീസ്റ്റോർ ഒറിജിനൽ അൺആൾട്ടേർഡ് വേർഷൻ ഇഫ് കറപ്ഷൻ ഓർ ടാമ്പറിങ് ഹാപ്പൻസ്. അതായത് നമ്മൾ ആ കോപ്പീസ് അതൊക്കെ എന്താണ് ഒറിജിനൽ ഫോമായിട്ട് തന്നെ നമ്മളത് റീസ്റ്റോർ ചെയ്യാം. നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ട് നമുക്കത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെന്താണ് അതിൻ്റെ അൺആൾട്ടേർഡ് വേർഷന്, അതിൻ്റെ കറപ്ഷനും ടാമ്പറിങ് നടത്തിയാൽ പോലും എന്താണ് അവിടെ കറപ്ഷനോ ടാമ്പറിങ്ങോ അവിടെ സംഭവിക്കുക. അതാണ് അൺആൾട്ടേർഡ് വേർഷൻ. വേറെ വേർഷൻസ് യൂസ് ചെയ്താൽ പോലും, നമുക്ക് ആൾട്ടേർഡ് അല്ലാത്ത വേർഷൻ യൂസ് ചെയ്താൽ പോലും എന്താണ് അവിടെ കറപ്ഷനോ ടാമ്പറിങ്ങോ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി എന്നതാണ് ഡാറ്റൻ്റെ ലഭ്യതകൾ അല്ലേ, അതിൻ്റെ ലഭ്യതകളാണ് എന്താണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്.
അതായത് ഇവിടെ പറയണത് എന്താ വെച്ചാൽ നമുക്ക് എൻഷുർ ദാറ്റ് ഇൻഫോർമേഷൻ ആൻഡ് സിസ്റ്റംസ് ആർ അവൈലബിൾ വെൻ നീഡഡ്. നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ഇൻഫോർമേഷനും സിസ്റ്റംസൊക്കെ എന്താണ് അവൈലബിൾ ആയിട്ടുണ്ടോ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ സിസ്റ്റംസും നമ്മൾ ഇൻഫോർമേഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെന്താണ് പ്രിവെൻറ്റ് ഡൗൺ ടൈം കോസ്ഡ് ബൈ സൈബർ അറ്റാക്സ്, ഹാർഡ്വെയർ ഫെയിലിയർ ഓർ ഡിസാസ്റ്റർ. അതായത് അത് നമുക്ക് ഡിസാസ്റ്റർ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലേഴ്സുകളോ സൈബർ അറ്റാക്സോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ അത് ഡാറ്റകൾ കിട്ടാതാവുന്നത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അതായത് സൈബർ അറ്റാക്സുകൾ വന്നാലും എന്തെങ്കിലും ഡിസാസ്റ്ററുകളോ ഹാർഡ്വെയർ ഫെയിലറൊക്കെ വന്നാലും നമുക്ക് ഡാറ്റകൾ അവൈലബിൾ ആക്കാൻ ഈ CIA ട്രയാഡ് യൂസ് ചെയ്യും. ഓക്കെ, അതിൽ നമുക്ക് അവൈലബിലിറ്റി ഏത് സമയം നമുക്ക് ആ ഇൻഫോർമേഷൻ സിസ്റ്റംസൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾസാണ് ഫയർ വാള്, ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻസ്, റിഡൻഡൻറ്റ് സെർവേഴ്സ് ഒക്കെ എന്താണ് അവൈലബിലിറ്റിക്ക് എക്സാമ്പിൾസുകൾ ആണ്. ഇനിയുള്ളതാണ് AAA കോൺസെപ്റ്റ്. 3A കോൺസെപ്റ്റ് എന്ന് പറയും. അതായത് കോൺസെപ്റ്റ് പറഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ്. അതാണ് AAA കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൂവിങ് ഐഡൻറ്റിറ്റി, അതായത് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുക. അതായത് ദ പ്രോസസ് ഓഫ് വെരിഫൈയിങ് ഹൂ എ യൂസർ ഓർ സിസ്റ്റം ഈസ് ബിഫോർ ഗിവിങ് ആക്സസ്. നമ്മൾ ആക്സസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക, ഓതൻറ്റിക്കേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ വെരിഫിക്കേഷൻ, അതായത് നമ്മളെ പാസ്വേഡും കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ PSC പോലുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ ആദ്യം നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ ചോദിച്ചിട്ട് പിന്നെ അതിലേക്ക് പിന്നെ അതേപോലെ നമ്മൾ ഓരോന്ന് എക്സാമിനൊക്കെ PSC എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വൺ ടൈം OTP ഒക്കെ ആയിട്ട് വൺ ടൈം പാസ്വേഡൊക്കെ ആയിട്ട് വരും അല്ലേ. നമ്മൾ ഏത് സെക്യൂർ ആയിട്ടുള്ള സൈറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് OTP വരും. ഇപ്പം നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിലൊക്കെ ഇതാവുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ വരുത്തണമെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ കയറുമ്പോൾ എന്താണ് നമ്മൾ OTP ചോദിക്കും അല്ലേ. അപ്പോൾ OTP നമ്മളെ ഫോണിലേക്ക് വരും. എന്നിട്ട് നമ്മളത് എൻ്റർ ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് വെരിഫൈ ചെയ്യുക. അത് നമ്മൾ യൂസറോ സിസ്റ്റോ ആക്സസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വെരിഫൈ. ഇറ്റ് ഈസ് മെയിൻ ഗോൾ ഈസ് എൻഷുർ ഓൺലി ലെജിറ്റിമേറ്റ് യൂസേഴ്സ് ക്യാൻ ലോഗിൻ. അതായത് അത് ശരിക്കും എന്താണ് ആവശ്യമുള്ള, അതായത് അത് യൂസ് ചെയ്യാൻ പറ്റിയ ആളുകൾ മാത്രമേ അത് നമ്മളെ ഗോള് എൻഷുർ ചെയ്യുള്ളൂ. ഇറ്റ് വർക്ക്സ് ദ യൂസർ പ്രൊവൈഡ് ക്രെഡൻഷ്യൽസ് വിച്ച് ആർ ചെക്ക്ഡ് അഗെയിൻസ്റ്റ് സ്റ്റോർഡ് റെക്കോർഡ്. എന്നിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത്, അതായത് നമ്മൾ ആ റെക്കോർഡ്സുകളില്ലേ, അതായത് ഇപ്പം നമ്മൾ ആദ്യത്തെ ആ സൈറ്റിൽ കയറി നമ്മൾ പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡീറ്റെയിൽസുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്ന് അറിഞ്ഞതിന് മാത്രമേ, കറക്റ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ആക്സസ് നൽകപ്പെടും. ഓക്കെ, അതിൻ്റെ മെത്തേഡുകളാണ് ഈ ഓതൻറ്റിക്കേഷൻ്റെ മെത്തേഡുകളാണ് പാസ്വേഡ്, അല്ലെങ്കിൽ പിന്നെ ബയോമെട്രിക്, സ്മാർട്ട് കാർഡ്സ്, ടോക്കൺസ്, വൺ ടൈം ഞാൻ പറഞ്ഞില്ലായിരുന്നു OTP, വൺ ടൈം പാസ്വേഡ്, മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നൊക്കെ തുടങ്ങിയവ എന്താണ് ഇതിൻ്റെ ഈ ഓതൻറ്റിക്കേഷൻ്റെ മെത്തേഡുകളാണ്. ഇപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മളൊരു ജിമെയിൽ, വെൻ യു ലോഗ് ഇൻ ടു എ ജിമെയിൽ വിത്ത് യുവർ പാസ്വേഡ് ആൻഡ് എൻ OTP സെൻഡ് യുവർ ഫോൺ ദാറ്റ് ഓതൻറ്റിക്കേഷൻ. അതായത് നമ്മളോട് OTP ചോദിക്കുന്നത്, നമ്മൾ ജിമെയിൽ കയറുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ എന്ത് ഇതിൽ കയറുകയാണെങ്കിലും നമ്മളോട് അവർ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ നമ്മളോട് OTP
അവർ ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താണ് ആ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാണ് ഓതൻറ്റിക്കേഷനിൽ മെയിനായിട്ട് നടക്കുന്നത്. ഇനി നെക്സ്റ്റാണ് ഓതറൈസേഷൻ. ഓതറൈസേഷൻ പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡിങ് പെർമിഷൻ എടുക്കുക. അതായത് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വാട്ട് ആക്ഷൻസ് യൂസർ ഈസ് അലൗഡ് ടു പെർഫോം ആഫ്റ്റർ ഓതൻറ്റിക്കേഷൻ. അതായത് ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു യൂസറിന് ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ ആക്ഷൻസ്, വാട്ട് ആക്ഷൻസ് അലോ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ആക്ഷൻസാണ് അലോ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിർണ്ണയിക്കണ സൈബർ സെക്യൂരിറ്റിൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്നാൽ എൻഷുർ യൂസർ ക്യാൻ ഓൺലി ആക്സസ് വാട്ട് ദേ ആർ പെർമിറ്റഡ്. അതായത് ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുകയാണെങ്കിൽ യൂസറിന് മാത്രമേ അവർ പെർമിറ്റ് ചെയ്യണ യൂസർ പെർമിറ്റ് ചെയ്യുന്നത് മാത്രമേ അത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ദ സിസ്റ്റം നോസ് ഹൂ യു ആർ ഇറ്റ് ചെക്ക് യുവർ പെർമിഷൻ ഓർ റോൾസ്. ഇതിൽ സിസ്റ്റത്തിന് അറിയാൻ പറ്റും ഹൂ യു ആർ, നിങ്ങൾ ആരാണ് എന്നുള്ളത് സിസ്റ്റത്തിന് അറിയാൻ കഴിയും. എന്നിട്ട് അത് ചെക്ക് ചെയ്യും. ആ പെർമിഷൻസും അതിൻ്റെ റോളുകളൊക്കെ ഇവിടെ സിസ്റ്റം ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമേ ഇവർക്ക് പെർമിഷന് അലോ ചെയ്യുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഓരോ ഓതറൈസേഷൻ്റെ ടൈപ്പുകളാണ്. റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോളും ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോളും, അതായത് RBACയും ABACയും. അതായത് ഇവിടെ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആക്സസ് ഗിവൺ ബേസ്ഡ് ഓൺ ജോബ് റോളിനനുസരിച്ചായിരിക്കും അത് അവർക്ക് ആക്സസ്. ഇപ്പോൾ അഡ്മിന് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സ്കൂളോ കോളേജിലോ വെബ്സൈറ്റുകളാണ്, അത് ടീച്ചേഴ്സിനോ സ്റ്റുഡൻസിനോ മാത്രമായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ടീച്ചേഴ്സിന് മാത്രമേ അത്. അപ്പോൾ അവരുടെ കോളേജിൻ്റെ ഐഡിയോ ടീച്ചിങ് ഐഡിയ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ലോഗിൻ ചെയ്യുക. അതേപോലെ സ്റ്റുഡൻസിൻ്റെ ആയാലും അവരുടെ ഐഡി വെച്ചിട്ട് അതിലേക്ക് അലോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആക്സസ് ഡിപ്പെൻഡ് ഓൺ ആട്രിബ്യൂട്ട് ലൈക്ക് ടൈം, ലൊക്കേഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു ടോട്ടലായിട്ട്, അതായത് ഒന്നെങ്കിൽ ടൈം അനുസരിച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ ലൊക്കേഷന് ഇത്ര, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ളവർക്ക് മാത്രം, അങ്ങനെ കേരളത്തിലുള്ളവർക്ക് മാത്രം, അങ്ങനെ ലൊക്കേഷൻ അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഓരോരോ കോളേജിലെ തന്നെ വെബ്സൈറ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോരോ ഇതായിരിക്കും, ഓരോരോ ആട്രിബ്യൂട്ടായിരിക്കും അല്ലേ, അവരുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ആക്സസ് ചെയ്യാൻ കഴിയും. അതിൽ ഓരോ എക്സാമ്പിൾ, അത് ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ എ ബാങ്ക് എംപ്ലോയി ക്യാൻ സീ കസ്റ്റമർ റെക്കോർഡ് ബട്ട് കനോട്ട് അപ്രൂവ് ലാർജ് ട്രാൻസാക്ഷൻ. അതായത് ആ ബാങ്ക് എംപ്ലോയിക്ക് അവർക്ക് കാണാൻ പറ്റും കസ്റ്റമർ റെക്കോർഡ്, പക്ഷെ അവർക്ക് എന്താണ് ലാർജ് ട്രാൻസാക്ഷൻ ഒന്നും അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് മാനേജർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ആ എംപ്ലോയീസിന് കാണാൻ പറ്റും അവരെ കസ്റ്റമേഴ്സിൻ്റെ റെക്കോർഡും കാര്യങ്ങളും അവരുടെ ട്രാൻസാക്ഷനൊക്കെ കാണാം. പക്ഷെ അത് ലാർജ് ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യണമെങ്കിൽ മാനേജർ. പിന്നെ ഓൺ എ സ്കൂൾ പോർട്ടൽ സ്റ്റുഡൻറ്റ് ക്യാൻ വ്യൂ ദെയർ മാർക്ക് ബട്ട് ഓൺലി ടീച്ചർ ക്യാൻ അപ്ലോഡ്. അതായത് നമ്മൾ ആ കോളേജ് പോർട്ടലിൽ കയറിയാലും അല്ലെങ്കിൽ സ്കൂൾ പോർട്ടലിൽ കയറിയൊക്കെയാണെങ്കിലും സ്റ്റുഡൻസിന് അവരുടെ മാർക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതിലേക്ക് എന്ത് ചെയ്യും, മാർക്ക് ആഡ് ചെയ്യും, മാർക്ക് എന്തെങ്കിലും വേരിയേഷൻ നടത്തുകയൊക്കെ ആണെങ്കിലൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ ടീച്ചേഴ്സിന് മാത്രമേ. അപ്പോൾ അത് അഡ്മിന് എന്തായിരിക്കും, ടീച്ചറായിരിക്കും. ടീച്ചറിന് മാത്രമേ അത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ വെബ്സൈറ്റിൽ അവർക്ക് കാണാനും വ്യൂ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിങ്.
ട്രാക്കിംഗ് ആക്ടിവിറ്റീസ്, ഓരോ ആക്ടിവിറ്റീസിനെ ട്രാക്ക് ചെയ്യാം. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് മോണിറ്ററിങ് യൂസർ ആക്ടിവിറ്റി ഇൻ എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിലുള്ള യൂസറിൻ്റെ റെക്കോർഡിങ്ങും മോണിറ്ററിങ്ങും ഒക്കെ പോസിബിൾ ആക്കണ അവരെ ഒരു സിസ്റ്റത്തിലുള്ള യൂസറിൻ്റെ അവരുടെ റെക്കോർഡിങ്ങും മോണിറ്ററിങ്ങും ഒക്കെ റെക്കോർഡ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റികളെയാണ് എന്താ പറയുക അക്കൗണ്ടിങ് അല്ലെങ്കിൽ ട്രാക്കിംഗ് ആക്ടിവിറ്റീസ് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൾ ഈസ് ടു കീപ് ലോഗ്സ് ഫോർ സെക്യൂരിറ്റി കംപ്ലൈൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. അതായത് അവർ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് അത് കീപ്പ് ചെയ്യണം, പിന്നെ കംപ്ലൈൻസിന് ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇത് അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെത്. ഇൻ എവരി ആക്ഷൻ ലോഗിൻ ഫയൽ ആക്സസ് ചേഞ്ചസ് ലോഗൗട്ട് ഈസ് ലോഗ്ഡ് ഇൻ എ സിസ്റ്റം റെക്കോർഡ്. ഓരോ ആക്ഷനിലും അതെന്തായിരിക്കും ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്തിട്ട് ആ സിസ്റ്റം റെക്കോർഡ് ലോഗിൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ വിവരങ്ങൾ പോസിബിൾ ആക്കുക. അതിന് യൂസേഴ്സ് പറഞ്ഞാൽ ഡിറ്റക്റ്റിംഗ് സസ്പീഷ്യസ് ബിഹേവിയർ, എക്സാമ്പിൾ ടു മെനി ഫെയിൽഡ്, കുറേ പ്രാവശ്യം നമ്മളിപ്പോൾ ഫോണിലാണെങ്കിൽ കുറേ പ്രാവശ്യം നമ്മൾ എന്താണ് പാസ്വേഡ് അടിച്ചേക്കാണെങ്കിൽ അത് സ്റ്റക്കായി പോകും അല്ലേ. അതേപോലെയാണ് ടു മെനി ലോഗിൻസ് വരുമ്പോൾ എന്തായിരിക്കും ഫെയിലായിരിക്കും. കാരണം അത് ഹാക്കറാണെന്ന് അവരിങ്ങനെ മനസ്സിലാക്കിയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ജനറേറ്റിംഗ് യൂസേജ് റിപ്പോർട്ട്, അതായത് യൂസേജ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ ഫയലും അതിലുള്ള എല്ലാ ഫയലും. കംപ്ലൈൻസ് വിത്ത് ലോസ് ഓർ റെഗുലേഷൻസോ എന്ത് ചെയ്യുക കംപ്ലൈൻസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ഹിപ്പ GDPR ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളെ കംപ്ലൈൻസുകളും ഇപ്പം നമ്മൾ സിസ്റ്റത്തിലുള്ള കംപ്ലൈൻസുകളും കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും കംപ്ലൈൻറ്റ് ചെയ്യും അല്ലേ. അപ്പം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ട് നമ്മളെ കംപ്ലൈൻസുകൾ ഒക്കെ നമ്മൾ അതിലെന്തായിരിക്കും എൻ്റർ ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ എ കമ്പനി ഇതിൻ്റെ എക്സാമ്പിളാണ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമ്പിളാണ്. എ കമ്പനി ട്രാക്സ് ഓൾ എംപ്ലോയീസ് ലോഗിൻ ആൻഡ് ലോഗൗട്ട്സ്. എ കമ്പനി എല്ലാ എംപ്ലോയിൻ്റെ ലോഗിൻസും ലോഗൗട്ടൊക്കെ ചെക്ക് ചെയ്യും. കാരണം അവരെന്തെങ്കിലും വേറെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ ക്ലൗഡ് സർവീസസ് മെയിൻറ്റെയിൻ ലോഗ് ഓഫ് വിച്ച് അഡ്മിൻ ചേഞ്ച് സെക്യൂരിറ്റി സെറ്റിങ്സ്. അതായത് ക്ലൗഡ് സർവീസിൽ മെയിൻറ്റെയിൻ ലോഗ്സ്, അത് എന്താ ചെയ്യണത് അഡ്മിനാണ് അതിൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സൊക്കെ എന്ത് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മൾ കോൺസെപ്റ്റ് എന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷന്, അക്കൗണ്ടിങ്, അങ്ങനെ 3 എണ്ണമായിട്ടാണ് നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തേനി കൺഫേം, നമ്മളെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനാണ് ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യണത്. ഓതറൈസേഷൻ യൂസ് ചെയ്യണത് നമ്മളെ ആക്സസ്സുകൾ എന്താ ഡിഫൈൻ യുവർ ആക്സസ് റൈറ്റ്സ്, അത് നമ്മൾ ആക്സസ്സുകൾ ഡിഫൈൻ ചെയ്യാൻ ഓതറൈസ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് യുവർ നമ്മളെ ആക്ടിവിറ്റികൾ റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് 3 പഠിക്കണം കേട്ടോ. കോൺസെപ്റ്റിൽ ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ്.